എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അല്ലേ? എന്നാൽ ഒരുപക്ഷെ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്നതുകൊണ്ടാവാം സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോകുന്നതും. കാരണം എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ജീവിതത്തെ നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രശ്നങ്ങളെന്ന് പറയുന്നത് ജീവിതാവസാനം വരെ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വിട്ടൊഴിഞ്ഞ് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു യാത്ര നമുക്ക് സാധ്യമല്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പ്രശ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോടൊപ്പം ജീവിതത്തിലെ സന്തോഷങ്ങളെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന ഒരാൾക്ക് ജീവിതത്തെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിനെക്കുറിച്ചാണ്. പ്രശ്നങ്ങളോടൊപ്പം ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെയും ചേർത്ത് പിടിച്ച് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവും. കോരിച്ചൊരിയുന്ന ഒരു മഴ പെയ്യുന്നുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോകാനുമുണ്ട്. മഴ തോർന്നിട്ട് പോകാമെന്ന് കരുതിയാൽ നമുക്കവിടെ ഒരിക്കലും എത്തിച്ചേരാനാവില്ല. മഴയോടൊപ്പം ഒരു കുട ചൂടിയിട്ട് നമ്മളവിടെ പോവുക. കുറച്ചൊക്കെ നനയുമായിരിക്കും, പക്ഷേ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കും അല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ രീതിയിലാണ് നമ്മളതിനെ സമീപിക്കേണ്ടത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുക. സന്തോഷങ്ങൾ തനിയെ വരും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിനെക്കുറിച്ചാണ്. പ്രശ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനവും സംതൃപ്തിയും ഒക്കെ എങ്ങനെ കണ്ടെത്താം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 9 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ 9 കാര്യങ്ങൾ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും. എന്നാലും എല്ലാവരുടെ ജീവിതത്തിലും ഒരേപോലെ സ്വാധീനിക്കപ്പെടുന്ന, ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 9 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 9 കാര്യങ്ങളും ഒരു മുൻഗണനാ ക്രമത്തിലല്ല ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മുൻഗണനാ ക്രമങ്ങളൊന്നുമില്ല. ഈ 9 കാര്യങ്ങളും ജീവിതത്തിൽ ഒരേപോലെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 9 കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്കൊരു പക്ഷേ സാധിച്ചാൽ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുവാനും കുറേയൊക്കെ സന്തോഷങ്ങളും സമാധാനവും ജീവിതത്തിൽ കണ്ടെത്തുവാനും നമുക്ക് കഴിയും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അമിതമായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമിതമായ ചിന്ത ജീവിതത്തെ വലിയ സങ്കീർണതകളിലേക്കും സംഘർഷങ്ങളിലേക്കും തള്ളിയിടുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കാട് കയറി ചിന്തിക്കുന്നൊരു സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഏതൊരു പ്രശ്നവും ജീവിതത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം അതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് മാത്രമാണ്. അതിലപ്പുറം ആ പ്രശ്നം മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ കഴിയില്ലേ എന്ന ഒരു വ്യാകുലപ്പെടലോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. അതിന് പരിഹാരം കണ്ടെത്തുക. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ സങ്കീർണതകളിലേക്ക് ഒരിക്കലും നമ്മൾ ചിന്തിച്ചു കൂടാതിരിക്കുക. കാട് കയറി ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അങ്ങനെ കൂടി 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 അതങ്ങനെ മല പോലെ നമ്മുടെ മുന്നിൽ ഒരു വലിയ ബാധ്യതയായിട്ട് ഭാരമായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളിലും, അത് ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും, അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ വഴികൾ പെട്ടെന്ന് തന്നെ മുന്നിൽ തുറന്നു വരികയും അത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും അതിനെ റിക്കവർ ചെയ്യുവാനും നമുക്ക് സാധിക്കും. അത് നമ്മുടെ ഓർമ്മയിലുണ്ടാവട്ടെ. ആദ്യത്തെ കാര്യം അമിതമായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നുകളിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പല ആളുകളുടെയും ഏറ്റവും വലിയ പ്രശ്നം ജീവിതത്തിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. തിരിഞ്ഞു നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇന്നലകളിലെ സങ്കടങ്ങളെയാണ് നമ്മൾ കൂടുതലും ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് മാറാറുള്ളത്. ഇന്നലകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് നൊമ്പരങ്ങളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഓർത്തോർത്തോർത്ത് നീറി പുകഞ്ഞു പുകഞ്ഞു തീരുന്ന ജീവിതങ്ങളാവരുത് നമ്മളാരും. ഇന്നുകളിൽ ജീവിക്കാൻ പഠിക്കുക. ഇന്നലകളിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആ സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുക. സങ്കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, തകർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്.
അതിനുവേണ്ടി മാത്രം അതിനെക്കുറിച്ച് ഓർക്കാം. മറിച്ച് അതോർത്ത് കരയാനുള്ളതല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. ജീവിതം അങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല. ഇന്നലകളിലെ സങ്കടങ്ങളെക്കുറിച്ച്, ഇന്നലകളിലെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് കരയാനുള്ളതല്ല, കരഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മുന്നോട്ട് ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ പാഠങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. മറിച്ച് അതോർത്ത് കരയാതിരിക്കുക. ഇന്നലകളിലല്ല, ഇന്നുകളിൽ ജീവിക്കുക. നാളെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ദേഷ്യം എന്ന് പറയുന്ന വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ആവശ്യത്തിന് പ്രകടിപ്പിക്കുക തന്നെ വേണം. കാരണം അത് പ്രതികരണശേഷിയുടെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ കുടുംബ ജീവിതത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാറുണ്ട്. ഈ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടല് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണ്. അത് മനസ്സിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടാതിരിക്കുക. ആവശ്യത്തിന് ദേഷ്യപ്പെടുക എന്ന് മാത്രം. ആ ഒരു കാര്യവും നമ്മുടെ ഓർമ്മയിലുണ്ടാവട്ടെ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ഭാഗ്യവാന്മാരാണ്, അവർക്ക് നല്ല കഴിവുണ്ട്, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്, അങ്ങനെയുള്ള വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും അവനവനെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ പല ആളുകൾക്കുമുണ്ട്. അത് ആദ്യം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യേണ്ടതില്ല. നമുക്ക് നമ്മുടേതായിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകളും കഴിവുകളുമുണ്ട്. എല്ലാവരെയും പോലെ തന്നെ നമുക്കും ചില പോരായ്മകളുണ്ട്, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റീസും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പ്രത്യേകതകളിലേക്ക്, നമ്മുടെ ക്വാളിറ്റീസിലേക്ക്, നമ്മുടെ കഴിവുകളിലേക്ക് നമ്മൾ എപ്പോഴും മനസ്സ് ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതില്ല. മറ്റുള്ളവർക്ക് അവരവരുടേതായിട്ടുള്ള ചില കഴിവുകളാണ് കിട്ടിയിരിക്കുന്നത്. ആ കഴിവ് നമുക്ക് കിട്ടിയില്ല എന്ന് കരുതി സങ്കടപ്പെടേണ്ടതില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന പല കഴിവുകളും അവർക്കില്ല എന്ന ഒരു ബോധ്യപ്പെടലാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനാണുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരെക്കാൾ വളരാനും നമുക്ക് സാധിക്കും. ആ ഒരു തിരിച്ചറിവോടുകൂടി മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ഞാൻ ചെറുതാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് വിജയിക്കാനാവില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം മാറ്റിയെടുക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരുപാട് വഴക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലായാലും, സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളിലായാലും, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളാണ്. ഈ അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കുറേയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പല പ്രശ്നങ്ങളെയും നമുക്ക് മറച്ചു പിടിക്കുവാനും ഒതുക്കി വയ്ക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ വാദപ്രതിവാദം നടത്തി ഞാനാണ് ശരിയെന്ന് സ്വയം വാദിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും അത് ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തുവാനും കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് ഏത് ബന്ധങ്ങളിലും നമ്മൾ കുറച്ചൊക്കെ വഴക്ക് കൂടാം, പക്ഷേ അത് അമിതമാവാതെ കുറച്ചൊക്കെ ക്ഷമിച്ച് വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തന്നെയാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. ഇനി ആറാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല ശീലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഭംഗി എവിടെയാണുള്ളതെന്നറിയോ? അടുക്കും ചിട്ടയുമുള്ള ഒരു രീതി, ഒരു ശൈലി നമ്മുടെ ജീവിതത്തിന് കണ്ടെത്താൻ കഴിയുമ്പോഴാണ്. നമ്മളൊക്കെ നല്ല അലസന്മാരാണ്, ഒന്നിനും കൃത്യനിഷ്ഠയില്ലാത്തവരാണ്, ശരിയല്ലേ? നമ്മൾ ഉറങ്ങുന്നതിന്, നമ്മൾ ഉണ്ണുന്നതിന്, ഉണരുന്നതിന്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിന് ഒന്നിനും ഒരു സമയനിഷ്ഠയോ കൃത്യനിഷ്ഠയോ ഇല്ല. എല്ലാം തോന്നിയ പോലെയാണ്. തോന്നുമ്പോൾ ഉറങ്ങുന്നു, തോന്നുമ്പോൾ എഴുന്നേൽക്കുന്നു, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഇതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും നമുക്കുണ്ടായിരിക്കണം. അത് ജീവിതത്തിന് വല്ലാതൊരു ഭംഗി കൈവരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ശീലങ്ങൾ, നമുക്കിഷ്ടമുള്ള, നമ്മളെ പോസിറ്റീവായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നല്ല നല്ല ശീലങ്ങൾ ജീവിതത്തോടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കാനുള്ള നല്ല മാർഗങ്ങളിൽ ഒന്ന്. അതായത് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അതുപോലെ തന്നെ രാത്രിയൊക്കെ കൃത്യസമയത്തൊക്കെ നിങ്ങൾ കിടന്നുറങ്ങുക, രാവിലേക്ക് എഴുന്നേൽക്കുക, എന്നൊരു ഇത്തിരി സമയം വ്യായാമമൊക്കെ ചെയ്യുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക.
അങ്ങനെ ജീവിതത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുക. അത് വലിയ ഭംഗി ജീവിതത്തിന് നൽകുന്നുണ്ട്. കുറേ സമാധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അടുക്കും ചിട്ടയുള്ള ഒരു ജീവിത ശൈലി നമ്മുടെ ശാന്തമായ ഒരു മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ആ ശാന്തത നമുക്ക് സംതൃപ്തിയും സന്തോഷവും ഒക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ശീലങ്ങളുള്ള വ്യക്തിയാവുക. ഇല്ലെങ്കിൽ ഇന്നു മുതൽ അത് ആരംഭിക്കുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് തുടങ്ങുക. അതുപോലെ ഇനി ഏഴാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ജീവിതത്തിൽ പുഞ്ചിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വല്ലാതെ ഗ്ലൂമി ആകുന്ന, വല്ലാണ്ട് ഒതുങ്ങിപ്പോകുന്ന ആളുകളല്ല നമ്മളൊക്കെ. ആരോടും മിണ്ടാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാവരുത്. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് ആക്റ്റീവ് ആകണം, ഒന്ന് എനർജറ്റിക് ആവണം. നമ്മുടെ വീട്ടിലുള്ള ആളുകളോടും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടും നാട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുക. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് പെട്ടെന്ന് റിക്കവറി ആവാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ പുഞ്ചിരിക്കാൻ പഠിക്കുക. ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പുഞ്ചിരിയോടെ ജീവിതത്തെ ഫേസ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിനുണ്ടാക്കുന്ന ഭംഗിയും കരുത്തും ചെറുതായിരിക്കില്ല. അത് മികച്ച വ്യക്തിത്വമുള്ള പക്വതയുള്ള ഒരാളാക്കിയിട്ട് നമ്മളെ മാറ്റിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളിലും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കുക. ഇനി എട്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളെ നമ്മൾ അഭിനന്ദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കതില്ല. ഒരാളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കുശുമ്പും കുന്നായ്മയും അസൂയയൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഈ കുശുമ്പും കുന്നായ്മയും അസൂയയും ഒക്കെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുന്നുണ്ട്, നമ്മുടെ സന്തോഷങ്ങൾ അവിടെ ഇല്ലാണ്ടാകുന്നുണ്ട്, നമ്മുടെ ഒരു സംതൃപ്തി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അഭിനന്ദിക്കാൻ പഠിക്കണം. നാളെ എനിക്കും ഇതുപോലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവോടുകൂടി ആത്മാർത്ഥമായിട്ട് അവരെ അഭിനന്ദിക്കാൻ നമ്മൾ പഠിക്കണം. അത് നല്ല വ്യക്തിത്വത്തിന്റെ, പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഒരു മുഖമുദ്രയാണ്, ഒരു അടയാളപ്പെടലാണ്. അത് നമ്മുടെ ജീവിതത്തെ കുറെ പോസിറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്കും കിട്ടുന്നത്. അത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുക. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും നല്ല രീതിയിൽ ചിന്തിക്കുക. അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നാളെ നമുക്കും ജീവിതത്തിലുണ്ടാകും, നമ്മുടെ മക്കൾക്കും ഒക്കെ ജീവിതത്തിൽ പുരോഗതികളും നേട്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചവർക്ക് ആ അഭിനന്ദനവും സ്നേഹവും ഒക്കെ കൊടുക്കാൻ കഴിയണം. അങ്ങനെ എല്ലാവർക്കും അതിന് കഴിയേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കുന്നുണ്ട്. അത് സന്തോഷങ്ങളിലേക്കും സംതൃപ്തിയിലേക്കും ഒക്കെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി ഒൻപതാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിൽ സമയത്തെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സമയത്തെ ഉപയോഗപ്പെടുത്താൻ അറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ അറിയാതെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജോലിയുടെ തിരക്ക്, വീട്ടിലെ തിരക്ക്, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകൾ, ഇതിൻ്റെ പിന്നാലെയൊക്കെ നമ്മൾ ഓടുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു ഇത്തിരി സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റണം. നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാതെ ജോലി 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 എന്ന് മാത്രം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പല ആളുകളും ഉണ്ട്, കുറേ കാര്യങ്ങൾ അങ്ങനെ കൂട്ടിവെക്കും, ഒടുവിൽ അത് ചെയ്ത് പൂർത്തിയാക്കാൻ പിന്നെ സമയം കാണില്ല, അവസാന നിമിഷമാണ് അതിന്റെ പിന്നാലെ ഓടുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്നറിയോ? നമ്മൾ കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് എല്ലാത്തിനും ഒരു സമയനിഷ്ഠ നമുക്കുണ്ടായിരിക്കണം. കൃത്യമായിട്ട് സമയബന്ധിതമായി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും കുടുംബപരമായ കാര്യമാണെങ്കിലും മറ്റ് ജോലിപരമായ കാര്യങ്ങളിലുമാണെങ്കിലും ഒക്കെ ഒരു സമയബന്ധിതമായ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പൂർത്തിയാക്കുക. ജീവിതം ആസ്വദിക്കാൻ കൂടിയുള്ളതാണ്. വെറുതെ ജോലി ചെയ്യുക, കുറച്ച് പണം ഉണ്ടാക്കുക, ആ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്യുക എന്നത് മാത്രമല്ല ജീവിതത്തിൻ്റെ ദൗത്യവും ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ഭംഗിയും എന്നൊക്കെ പറയുന്നത്. അത് കുറെ കൂടി ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും ഒക്കെ ഉള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം. ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പോലും അങ്ങനെ തന്നെയാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെ അന്നന്ന് പഠിക്കുന്നവർക്ക് പരീക്ഷ ഒന്നും വലിയ വിഷയം ഉണ്ടാവില്ല. എന്നാൽ
ആ സമയത്തൊന്നും പഠിക്കില്ല. ഒടുവിൽ പരീക്ഷ എടുക്കുന്ന ആ കുറച്ച് നാളുകളിലാണ് നമ്മൾ പഠിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ആ ചെറിയ സമയത്തിനുള്ളിൽ നമുക്കൊന്നും പഠിച്ചു തീർക്കാനാവില്ല. ആ സമയം മുഴുവൻ നമുക്ക് ആകെ മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കും കുട്ടി, അല്ലേ? ഒടുവിൽ പരീക്ഷ മര്യാദയ്ക്ക് എഴുതില്ല, നല്ല മാർക്ക് കുറയും, പിന്നെ അതിൻ്റെ ബഹളങ്ങൾ, ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയിക്കാം. എല്ലാത്തിനും അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയും അല്ലെങ്കിൽ സമയനിഷ്ഠയും ഒക്കെ പാലിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാനും വലിയ സമ്മർദ്ദങ്ങളും വലിയ സംഘർഷങ്ങളും ഒക്കെ കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ, 9 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട 9 കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തെ കുറെ കൂടി ലളിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ്. ജീവിതം എല്ലായ്പ്പോഴും സുന്ദരമാണ്, എന്നാൽ ആ സൗന്ദര്യം നമ്മുടെ കണ്ടെത്തലാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.